കഴിഞ്ഞ ദിവസമാണ് പ്രാഥമിക പരിശോധനകൾക്ക് പിന്നാലെ ഇ ഡി ഈ പാതിവില തട്ടിപ്പിൽ എഫ്ഐആർ ഇട്ട് ഇപ്പോൾ പരിശോധന റെയ്ഡിലേക്ക് കടക്കുകയാണ്. കള്ളപ്പണം എത്തിയിട്ടുണ്ടോ എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത്. ഇ ഡി മുഖ്യപ്രതി അനന്തു കൃഷ്ണനിൽ നിന്ന് പണം കൈപ്പറ്റിയ KN ആനന്ദകുമാർ, ലാലി വിൻസെന്റ് എന്നിവരുടെ വീടുകളിലും ഓഫീസിലുമടക്കം 12 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടക്കുകയാണ്. അനന്തു കൃഷ്ണന്റെ തൊടുപുഴയിലെ വീട്ടിൽ നടന്ന ഇ ഡി റെയ്ഡ് പൂർത്തിയായി. ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റിന് മുന്നിൽ നിന്ന് ബിനിൽ, ആനന്ദകുമാറിന്റെ വീടിനടുത്ത് നിന്ന് അമൽ തേനമ്പറമ്പിൽ, അനന്തു കൃഷ്ണന്റെ ഓഫീസിലും കടവന്ത്രയിലെ കൊച്ചിയിലെ ഓഫീസിലും റെയ്ഡ് നടന്നിരുന്നു. അവിടെ നിന്ന് റിയ ബേബിയും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് ബിനിലിലേക്ക് പോകാം. ബിനിൽ, ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റിലെ പരിശോധന പൂർത്തിയായോ? പരിശോധന ഇപ്പോഴും തുടരുകയാണ്. രാവിലെ 7 മണിക്ക് തുടങ്ങിയ പരിശോധനയാണ് ഇപ്പോഴും നടക്കുന്നത്. കൊച്ചിയിലെ ആർമി ഫ്ളാറ്റിലാണ് ലാലി വിൻസെന്റ് താമസിക്കുന്നത്. അവിടുത്തെ 108 നമ്പർ ഫ്ളാറ്റിലാണ് ഇപ്പോഴും പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇ ഡി ഉദ്യോഗസ്ഥർ അല്പം മുമ്പും ഈ ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് വരികയും ചില സാധനങ്ങളെടുത്ത് അകത്തേക്ക് പോവുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നു. വിവിധ രേഖകൾ ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുക്കാനുള്ള ശ്രമമാണ് ഇ ഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫ്ളാറ്റിന്റെ തന്നെ താഴെ നിലയിലാണ് ലാലി വിൻസെന്റിന്റെ വക്കീൽ ഓഫീസുള്ളത്. അവിടെയും പരിശോധനകൾക്കുള്ള സാധ്യതയുണ്ട്. കാരണം അനന്തു കൃഷ്ണനും ലാലി വിൻസെന്റും തമ്മിലുള്ള ബന്ധമെന്നത് അഭിഭാഷക എന്ന നിലയിലുള്ള ബന്ധമെന്നതാണ് ലാലി വിൻസെന്റിന്റെ ന്യായീകരണം. 46 ലക്ഷം രൂപ അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടിൽ നിന്ന് ലാലി വിൻസെന്റിന് ലഭിച്ചിട്ടുണ്ട്. ഇത് നിയമോപദേശത്തിന് നൽകിയ പണം എന്നതാണ് ലാലി വിൻസെന്റ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിലാണ് ഇനി വ്യക്തത വരേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിയമപരമായ ഒരു കാര്യം ചെയ്യുന്നതിനാണ് നിയമോപദേശം എന്നത് പ്രധാനമായിട്ടുള്ളത്. ഇവിടെ നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. ആ കാര്യത്തിൽ ലാലി വിൻസെന്റിന് അറിവുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഏതാണ്ട് 26,000-ഓളം സ്കൂട്ടറുകളാണ് ഇനി വിതരണം ചെയ്യാനുള്ളത്. 10,000-ഓളം ലാപ്ടോപ്പുകളും നൽകാനുണ്ട്. അതായത് ഏതാണ്ട് 35,000-ത്തിലധികം സ്ത്രീകളാണ് വഞ്ചിതരായിരിക്കുന്നത്. അവരിൽ നിന്ന് ഏതാണ്ട് 550 കോടിയോളം രൂപ കളക്ട് ചെയ്തിരിക്കുന്നു. ഇത് വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് പോയിരിക്കുന്നു. അതിൻ്റെയൊക്കെ തന്നെ വിശദാംശങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇത് ചടുലമായൊരു നീക്കമാണ് ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് വന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ECIR രജിസ്റ്റർ ചെയ്ത് ദിവസങ്ങൾക്കകം അവരൊരു പരിശോധനയിലേക്ക് പോകുന്നു. സംസ്ഥാന വ്യാപകമായ പരിശോധനയിലേക്ക് പോകുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നത്, അനന്തു കൃഷ്ണൻ തൻ്റെ ഈ തട്ടിപ്പ് സാമ്രാജ്യം പൊളിയും എന്നൊരു ഘട്ടമെത്തിയപ്പോൾ ഒരു ഡയറി തയ്യാറാക്കിയിരുന്നു. ആ ഡയറിയിൽ ആർക്കൊക്കെയാണ് പണം നൽകിയിരിക്കുന്നത്, ഏതൊക്കെ രാഷ്ട്രീയക്കാർക്ക് നൽകിയിരിക്കുന്നു, ഏതൊക്കെ വ്യക്തികൾക്ക് താൻ വ്യക്തിപരമായി പണം നൽകിയിരിക്കുന്നു, അതെല്ലാം ആ ഡയറിയിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. ആ ഡയറി പോലീസ് കണ്ടെടുക്കുകയും മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ മഹസറാക്കി നൽകുകയും ചെയ്തിരിക്കുകയാണ്. ആ ഡയറിയിൽ പേരുള്ള രാഷ്ട്രീയ നേതാക്കളിലേക്ക് കൂടി ഇ ഡിയുടെ അന്വേഷണം ഇതിൻ്റെ ചുവട് പിടിച്ചുണ്ടാകും. അപ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മാനം തന്നെ മാറാൻ പോകുന്നത്. ഇപ്പോൾ ലാലി വിൻസെന്റിന്റെ വീട്ടിൽ പരിശോധന നടക്കുമ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, നേരത്തെ KPCCയുടെ ഉപാധ്യക്ഷയായിരുന്നു. അവർ ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രതിരോധത്തിലാക്കുന്ന ഘടകമാണ്. കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത തട്ടിപ്പ് കേസിലെ പ്രതിയാണ് ഇപ്പോൾ ലാലി വിൻസെന്റ്. അതുകൊണ്ടാണ് ഇ ഡി കേസിലും അവർ ECIR-ൽ പ്രതിസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലാലി വിൻസെന്റ് നൽകിയ ഉപദേശം എന്ത് എന്നതാണ്. ഇന്നലെ ഹൈക്കോടതി ചോദിച്ചു ലാലിയുടെ റോൾ എന്ത് എന്നത്. അതായത് ഈ 46 ലക്ഷം രൂപയുടെ നിയമോപദേശം എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു തുകയുടെ വക്കീൽ ഫീസ് എന്ന സംശയം കോടതിയടക്കം ഉന്നയിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ഇ ഡി വ്യക്തത വരുത്താൻ പോകുന്നത്. ഇവിടെ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ, രാഷ്ട്രീയ നേതാക്കൾക്ക് അനന്തു കൃഷ്ണൻ നൽകിയിരിക്കുന്ന പണത്തിൻ്റെ ഉറവിടമെന്ത്, ആ രാഷ്ട്രീയ നേതാക്കളിലേക്ക് അന്വേഷണം പോകും. എന്തായാലും രാഷ്ട്രീയ നേതാക്കൾ നേരിട്ടല്ല ഈ പണം പലരും കൈപ്പറ്റിയിരിക്കുന്നത്. ബെനാമികൾ വഴി, അവരുടെ ഓഫീസ് സെക്രട്ടറിമാർ വഴി അങ്ങനെയൊക്കെയാണ് കൈപ്പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ നേതാക്കളെ കണ്ടെത്തുക എന്ന കൂടി ലക്ഷ്യം ഇ ഡിക്കുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ ലൈനിലേക്ക് ഇ ഡി പോകും എന്ന് നമുക്ക് പറയേണ്ടി വരിക. കാരണം കൃത്യമായ നീക്കങ്ങളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കരുവന്നൂരടക്കമുള്ള ഇ ഡിയുടെ ഓപ്പറേഷൻസ് നമ്മൾ കണ്ടതാണ്. ഇവിടെ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടും CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും പല നേതാക്കളിലേക്കും ഇ ഡി അന്വേഷണം എത്തുമെന്ന കാര്യം ഉറപ്പാണ്.